നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പ ശ്രീനാരായണ ശ്രീമൻ നാരായണീയം ദശകം 25 ആറാമത്തെ ശ്ലോകം. 1, 2, 3 ശ്ലോകങ്ങളായിട്ട് ഒരു ഭാഗം പറഞ്ഞു. 4, 5 രണ്ടാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു. ഇനി ആറാമത്തെ ശ്ലോകം തൊട്ട് പറയണു. 4 ഭാഗങ്ങളായിട്ട് 25ാമത്തെ ദശകം പറയണം. എന്നാലേ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീ ഗുരുവായൂരപ്പ. ഓം ഭ്രാമ്യന്തം ദിദിജാഥമം പുനരപി പ്രോത്ഗൃഹ്യ ദോർഭ്യാം ജവാത് ദ്വാരേധോരുയുഗേ നിപാത്യ നഖരാൻ വ്യുത്ഖായ വക്ഷോഭുവി നിർഭിന്ദൻ അധിഗർഭ നിർഭരഗളദ്രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗൽ സംഹാരി സിംഹാരവാൻ. യുദ്ധവീര്യത്തെ രണ്ടുപേരും പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ഭാവവും ഭഗവാന്റേതായിട്ടുള്ള മഹത്വവും പറയണം. ത്വം ഭ്രാമ്യന്തം, അങ്ങ് തിരിഞ്ഞു മറിയുന്നതായിട്ടുള്ള ദിദിജ അധമം, അസുര അധമനായിട്ടുള്ള ഹിരണ്യകശിപുവിനെ പുനഃ അപി വീണ്ടും ജവാദ് വളരെ വേഗത്തിൽ തന്നെ ദൗർഭ്യാം 2 കൈകളെ കൊണ്ടും പ്രോത്ഗൃഹ്യ കടന്നു പിടിച്ച് മുറുകെ പിടിച്ച് അമർത്തി പിടിച്ച് അഥ ദ്വാരേ ആ ഉമ്മറപ്പടിയില് വാതിൽക്കല് ഒരു യുഗേ തൻ്റെ 2 തുടകളിലുമായിട്ട് നിപാത്യ അങ്ങോട്ട് വീഴ്ത്തി കടന്നു പിടിച്ച് ഉമ്മറപ്പടിയിലേക്കാണ്ട് കൊണ്ടുപോയിട്ട് അവിടെ അങ്ങോട്ട് ഇരുന്നു ഭഗവാൻ. തൻ്റെ ആ തുടയിൽ ഈ ഹിരണ്യകശിപുവിൻ്റെ രൂപത്തെ അങ്ങോട്ട് മലർത്തി അങ്ങോട്ട് കടത്തി അങ്ങോട്ട് വീഴ്ത്തിയിട്ടു. എന്നിട്ടോ വക്ഷോഭുവി ആ ഹിരണ്യകശിപുവിൻ്റെ മാർവിടത്തിൽ നഖരാൻ ഭഗവാന്റെ തീക്ഷ്ണങ്ങളായിട്ടുള്ള കൂർത്തുമുറുത്തായിട്ടുള്ള നഖങ്ങളെ വ്യുത്ഖായ അങ്ങോട്ട് താഴ്ത്തി നിർഭിന്ദൻ മാറിങ്ങോട്ട് പിളർന്നു. നഖങ്ങള് വക്ഷത്തിൽ അങ്ങോട്ട് ഇറക്കി എന്നിട്ട് ആ കൈ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ ആ നഖം ഈ മാറിനെ അങ്ങോട്ട് പിളർന്നു. അതിഗർഭ നിർഭര ഗള രക്താംബു ബദ്ധോത്സവം. അതിഗർഭ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് നഖം അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ ഉള്ളിൽ നിന്ന് നിർഭര അതിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്, ധാരാളമുണ്ട്. മാത്രമല്ല ഗളത് രക്ത നിർഭര ഗളതാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകുക, ധാരാളം രക്തമുണ്ട്. അത് ഒന്നിച്ച് ഒരു തുളയാണ് തുളച്ച് കഴിഞ്ഞപ്പോൾ ഈ സരസിൽ നിന്ന് വെള്ളം ഒഴുകണ പോലെ ഹൃദയത്തിൽ നിന്ന് വെള്ളം അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ആ മാറിൽ നിന്ന് രക്തം ഒന്നിച്ചിങ്ങനെ ഒഴുകിയിട്ട് വരിക. ആ രക്താംബു ആ രക്തത്തെ ബദ്ധോത്സവം വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് ബദ്ധ ഉത്സവ അതിങ്ങനെ ബദ്ധമായിട്ട് ഉത്സവമായിട്ട് കണക്കാക്കി കൊണ്ടുവന്ന സാരം ആ രക്തത്തെ ഉത്സാഹത്തോടു കൂടിയിട്ട് അതൊരു ഉത്സവമാക്കി എടുത്തുകൊണ്ട് പായം വീണ്ടും വീണ്ടും കുടിച്ചു. പായം എന്നുള്ളതിനർത്ഥം വീണ്ടും വീണ്ടും കുടിച്ചു. ബഹുജഗൽ സംഹാരി വളരെയധികം ബ്രഹ്മാണ്ടങ്ങളെ സംഹരിക്കാൻ കഴിവുള്ളതായിട്ടുള്ള ആ ഭഗവാൻ ഹരി സിംഹാരവാൻ സിംഹനാദങ്ങളെ സിംഹഗർജനങ്ങളെ ഉദൈരയ പുറപ്പെടുവിച്ചു. ഉറക്കെ ഉദയം കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു, ഗർജിച്ചു എന്ന് സാരം. വീണ്ടും വീണ്ടും ഗർജിച്ചു, വീണ്ടും വീണ്ടും രക്തം കോരിക്കുടിച്ചു, ഒഴുകി വരുന്നതായിട്ടുള്ള രക്തത്തെ കോരിക്കുടിച്ചു. ത്വം ഭ്രാമ്യന്തം ദിദിജാഥമം പുനഃ അപി ജവാദ് ദൗർഭ്യാം പ്രോദ്ഗൃഹ്യ അഥ ദ്വാരേ ഊരുയുഗേ നിപാത്യ വക്ഷോഭുവി നഖരാൻ വ്യുത്ഖായ നിർഭിന്ദൻ. അതിനുശേഷം അധിഗർഭ നിർഭര ഗളദ് രക്താംബു ബദ്ധോത്സവം പായം ബഹുജഗൽ സംഹാരി സിംഹാരവാൻ ഉദൈരയ. അന്വയം. ഭഗവാൻ ഈ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിട്ടുള്ള ഹിരണ്യകശിപു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടും യുദ്ധപ്രകടനങ്ങളെ കാണിക്കുമ്പോൾ അസുര അധമനായിട്ടുള്ള ദൈത്യ രാജാവായിട്ടുള്ള വിഷ്ണു വിരോധിയായിട്ടുള്ള തൻ്റെ ശത്രുവായിട്ടുള്ള ആ ഹിരണ്യകശിപുവിനെ ആ സമയത്ത് താൽക്കാലികമായിട്ടെങ്കിലും ശത്രുവാണ്, വേഗത്തിൽ കടന്നിങ്ങോട്ട് പിടിച്ചു, അടക്കി അങ്ങോട്ട് പിടിച്ചു. ഇനി നേരത്തെ കൊതറിപ്പോയല്ലോ, അത് ഭഗവാൻ വിട്ടുകൊടുത്തോണ്ടാ, ഇനി വിടുന്നില്ല എന്ന് നിശ്ചയിച്ചു. അങ്ങനെ മുറുക്കിയാണ്ട് പിടിച്ചു. എന്നിട്ട് ഉമ്മർപടിയിലേക്ക് അങ്ങോട്ട് പോയി.
തളത്തിൻ്റെ ഉമ്മർപടിയിലേക്കാണ്ട് പോയി അവിടെ കണ്ടിരുന്നു. വരബല അങ്ങനെയാണ്. അവിടെയാണ് ചെന്നിരുന്നിട്ട് തൻ്റെ മടിയിലേക്കാണ്ട് വീഴ്ത്തി കിടക്കവിടെ അടക്കി പിടിച്ചിട്ടുണ്ട്. 2 കൈയല്ല, 4 കൈയല്ല, 8 കൈയല്ല, 1000 കൈകൾ, എത്ര വേണിച്ച കൈകളാവാം. അതിനങ്ങോട്ട് അടക്കി പിടിച്ചു. ഇങ്ങനെ അടക്കിയാണ്ട് പിടിച്ച് കിടത്തി കഴിഞ്ഞിട്ട് തൻ്റെ നഖങ്ങളെ, അതിക്രൂരങ്ങളായിട്ടുള്ള ഈ അതിഭീഷണങ്ങളായിട്ടുള്ള തീക്ഷ്ണങ്ങളായിട്ടുള്ള ആ നഖങ്ങളെ ആ ഹിരണ്യകശിപുവിൻ്റെ വക്ഷസ്സിൽ അങ്ങോട്ട് ഇറക്കി. എന്നിട്ട് അതിങ്ങോട്ട് വലിച്ചു. സിംഹം എങ്ങനെയാണ് സാധാരണ ചെയ്യുക? നഖത്തെ അങ്ങോട്ട് ഇറക്കും, ഇറക്കിയിട്ടാണ്ട് വളയ്ക്കും. വളച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വലിക്കും. വലിച്ചു കഴിഞ്ഞാൽ ആ പുറത്തെ മാംസം, തൊലി, എല്ല് എന്തൊക്കെയാ വെച്ചാൽ ഒന്നിച്ച് ഇങ്ങോട്ട് പോരും. അത് മുഴുവൻ ആ കൈ ഇങ്ങോട്ട് വരണോട് കൂടിയിട്ട് മാംസം പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലായാലും വേണ്ടില്ല, തൊലിയായാലും വേണ്ടില്ല, രോമായാലും വേണ്ടില്ല, മാംസമായാലും വേണ്ടില്ല, രക്തമായാലും വേണ്ടില്ല. നാവ് അങ്ങോട്ട് നീട്ടും, വായ അങ്ങോട്ട് വലുതാക്കും, പിളർത്തും, ഒന്നിച്ച് അതിലേക്ക് അങ്ങോട്ട് ഇടും. കടിക്കലും പിടിക്കലൊന്നുമില്ല, ഒരൊറ്റ ഇറക്കല. കടിക്കാൻ അവർക്ക് ആകെ അത്രേ വേണ്ടൂ. ദംഷ്ട്രകളെ കൊണ്ട് കടിച്ച് വായയുടെ അകത്തേക്കാക്കൽ മാത്രമേ വേണ്ടൂ. പിന്നെ കടിക്കലും ചവയ്ക്കലും ഒന്നുമില്ല, അങ്ങോട്ട് വിടൽ തന്നെയാണ്. വേഗം കഴിയും. വിഴുങ്ങുകയാണ് സിംഹം. അതുകൊണ്ടാണ് വലിയ കഴുത്ത്. നമുക്ക് കടിച്ച് ചവച്ച് സാവകാശേ ഇറക്കാൻ പറ്റൂ. അവർക്ക് അകത്തേക്ക് ആയാൽ മതി, എല്ലായാലും ദഹിച്ചോളും. അവർക്ക് ദഹിക്കാത്തതായിട്ട് യാതൊന്നുമില്ല. പാമ്പ് പക്ഷിയെ വിഴുങ്ങണ പോലെയാ. കൊക്കായാലും അതിതീക്ഷ്ണമായിട്ടുള്ള കൊക്കാണ്, അതും ദഹിക്കും. അതിതീക്ഷ്ണമായിട്ടുള്ള നഖങ്ങളാണ്. കഴുകനായാലും പാമ്പ് തിന്നും. ആ കൊക്കായാലും ഈ നഖമായാലും പാമ്പിൻ്റെ ദഹനരസം അതിനെ ദഹിപ്പിക്കും. എന്ന കൂട്ടത്തിൽ സിംഹത്തിൻ്റെ അകത്തേക്ക് എന്ത് ചെന്നാലും അത് ദഹിക്കും. ഇങ്ങനെയാണ് സിംഹത്തിൻ്റെ പ്രകൃതം. ആ പ്രകൃതത്തെ അതേപോലെ തന്നെ ഭഗവാൻ ചെയ്യുക. ഭഗവാൻ ഇവിടെ അത് ആവശ്യമുണ്ടായിട്ടല്ല. കാരണം രൂപം, ശരീരം മുഴുവൻ, ഉടൽ മുഴുവൻ മർത്യൻ്റെയാണ്. അപ്പോൾ ഇത് തിന്നാൻ വേണ്ടിയിട്ടല്ല. എങ്കിലും ഭഗവാൻ എന്ത് ചെയ്തു? നഖത്തെ അങ്ങോട്ട് ഇറക്കി ഇത് ഇങ്ങോട്ട് പിടിച്ച് വലിച്ചു. സിംഹം ചെയ്യണ പോലെ തന്നെ. അപ്പോൾ അധിഗർഭ നിർഭര ഗളദ് രക്താംബു ബദ്ധോത്സവം. ബദ്ധോത്സവം അവിടെ നിൽക്കട്ടെ. അധിഗർഭ നിർഭര ഗളദ് രക്താംബു. ഉള്ളിൽ നിന്നും ഒരു വിത്തൗട്ട് ബ്രേക്ക്, ഒരു തടസ്സവും കൂടാതെ കണ്ട് ഒന്നിച്ചിങ്ങനെ ഒഴുകി തിളച്ച് മറിച്ചിട്ട് വരിക. തിളച്ച് മറിഞ്ഞിട്ട് വരിക. ആ രക്തം മുഴുവൻ ഒരു പുഴ പോലെ ഇങ്ങോട്ട് ഒഴുകി. അപ്പോൾ ഭഗവാന് വളരെയധികം സന്തോഷമായി. ഇതിനെ തന്നെ ഒരു ഉത്സവമാക്കി എടുക്കാമെന്ന് നിശ്ചയിച്ച് ബദ്ധോത്സവമായിട്ട് അത്യുത്സാഹത്തോടു കൂടിയിട്ട് ഈ രക്തത്തെ പായം വീണ്ടും വീണ്ടും കോരി കുടിച്ചു. അവിടെ സിംഹത്തിൻ്റെ കൈയല്ല, ഭഗവാൻ മനുഷ്യരുടെ കയ്യാ. അതുകൊണ്ട് കോരി കുടിക്കാൻ സാധിക്കും. അത് വീണ്ടും വീണ്ടും കോരി കുടിച്ചു. പുഴയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക രക്തം. അത് കുടിച്ചു. ബഹു ജഗൽ സംഹാരി സിംഹാരവാൻ. എത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ടോ അതിനെ മുഴുവൻ സംഹരിക്കാൻ കഴിവുള്ളതായിട്ടുള്ള ആ ഭഗവാൻ അത്യധികമായിട്ടുള്ള സിംഹനാദങ്ങളെ, ഗർജനങ്ങളെ, സിംഹാരവാൻ. സിംഹാരവാൻ സിംഹം ഉണ്ടാക്കുന്ന ഗർജനം എന്നുള്ള അർത്ഥം. അത് ഏറ്റവും മാക്സിമം എന്നുള്ള അർത്ഥം. സിംഹരവാൻ എന്നല്ല, സിംഹാരവാൻ. മാക്സിമത്തിലുള്ള സിംഹത്തിൻ്റെ ഗർജനം അത് മാക്സിമത്തിൽ. പിന്നെ മാത്രമല്ല അനവധി തവണ ഉണ്ടാക്കുകയും ചെയ്തു. ഉദൈരയ പുറപ്പെടുവിച്ചു. ഭ്രാമ്യന്തം ദിതിജാഥമം പുനരഭിപ്രോത്ഗൃഹ്യ ദോർഭ്യാം ജവാത് ദ്വാരേധോരുയുഗേ നിപാത്യ നഖരാൻ വ്യുത്ഖായ വക്ഷോഭുവി നിർഭിന്ദന്നധിഗർഭ നിർഭരഗളദ്രക്താംബുബദ്ധോത്സവം പായമുദൈരയോ ബഹുജഗൽ സംഹാരി സിംഹാരവാൻ. ഭ്രാമ്യന്തം ദിതിജ അധമം പുനഃ അപി പ്രോത്ഗൃഹ്യ ദോർഭ്യാം ജവാദ് ദ്വാരേ അധ ഊരുയുഗേ നിപാത്യ നഖരാൻ വ്യുത്ഖായ വക്ഷോഭുവി നിർഭിന്ദൻ അധിഗർഭ നിർഭര ഗളദ് രക്താംബു ബദ്ധ ഉത്സവം പായം ഉദൈരയ
ബഹു ജഗത് സംഹാരി സിംഹാരവാൻ. സിംഹരവാൻ എന്നല്ല, സിംഹാരവാൻ. ഇങ്ങനെ പദച്ഛേദം. അപ്പോൾ ഭഗവാൻ ഈ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിട്ടുള്ള ഹിരണ്യകശിപു തിരിഞ്ഞും മറിഞ്ഞും യുദ്ധപ്രകടനങ്ങൾ പലതും ആയോധന മുറകളെ കാണിക്കുമ്പോൾ അസുരാധമനായിട്ടുള്ള ഹിരണ്യകശിപുവിനെ വീണ്ടും വീണ്ടും യുദ്ധത്തിൽ പലതും ചെയ്തു. യുദ്ധം വർണ്ണിച്ചില്ല. ആ ഭഗവാൻ അതിവേഗത്തിൽ തന്നെ തൻ്റെ കൈകളെ കൊണ്ട് ഈ അസുരനെ കടന്നങ്ങോട്ട് പിടിച്ചു, മുറുകെ പിടിച്ചു, അമർത്തി പിടിച്ചു. പിന്നെ അവിടുന്ന് പോകില്ല, കുതിരിപ്പോയാൽ പോകാൻ പറ്റില്ല. അങ്ങനെ ആ ഹിരണ്യകശിപുവിനെ കൊണ്ട് തളത്തിൻ്റെ ഉമ്മറപ്പടിയിലേക്ക്, അതായത് ഗോപുരദ്വാരത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ആ ഉമ്മറപ്പടിയിൽ അങ്ങോട്ട് ഇരുന്നു. തൻ്റെ തൃത്തുട ഹിരണ്യകശിപുവിൻ്റെ ശരീരത്തെ വയ്ക്കാൻ പാകത്തിനാക്കി അവിടെ ഇരുന്നു. മറിച്ച് കിട്ടും. ഈ ഹിരണ്യകശിപുവിനെ മറിച്ച് തൻ്റെ ഈ തൃത്തുടയിലേക്കാണ്ട് ഇട്ടു. അപ്പോൾ നേരെ താഴെ തനിക്കിങ്ങനെ കാണാൻ തൊക്കവണ്ണം ആ വക്ഷസ് ഇങ്ങനെ കാണുന്നുണ്ട്, മനസ്സിങ്ങനെ കാണുന്നുണ്ട്. ഞാൻ നല്ലവണ്ണം ഒന്നിങ്ങനെ നോക്കി അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നഖം അങ്ങോട്ട് ഇറക്കി. അതിതീക്ഷ്ണമാണ് നഖം. ഇറക്കി മാത്രമല്ല, അതിങ്ങോട്ട് വലിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും പുഴ പോലെ രക്തം കണ്ട് ഒഴുകി. അത് മുഴുവൻ കോരി കുടിച്ചു. എന്നിട്ട് അതിഭീകരമായിട്ടുള്ള സിംഹഗർജനങ്ങളെ ഉണ്ടാക്കി. ആ ഭഗവാന് എത്ര ബ്രഹ്മാണ്ടങ്ങളെ വേണിച്ചാൽ സംഹരിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ അതിഭീഷണങ്ങളായിട്ടുള്ള സിംഹഗർജനങ്ങളെ പുറപ്പെടുവിച്ചു. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭ്രാമ്യന്തം ദിതിജാധമം പുനരഭിപ്രോത്ഗൃഹ്യ ദോർഭ്യാം ജവാത് ദ്വാരേധോരുയുഗേ നിപാത്യ നഖരാൻ വ്യുത്ഖായ വക്ഷോ ഭുവി നിർഭിന്ദന്നധിഗർഭനിർഭരഗളദ്രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗൽ സംഹാരി സിംഹാരവാൻ. ഈ 7ാമത്തെ ശ്ലോകം. ത്യക്ത്വാ തം ഹതമാശു ഭക്തലഹരീ സിക്തോന്നമദ്വർഷ്മണി. ത്യക്ത്വാ തം ഹതമാശു രക്തലഹരീ സിക്തോന്നമദ്വർഷ്മണി പ്രത്യുത്പത്യ സമസ്തദൈത്യപടലിം ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമി വികമ്പിതാംബുധികുലം വ്യാലോലശൈലോൽക്കരം പ്രോത്സർപ്പത്ഖചരം ചരാചരമഹോ ദുസ്ഥാമവസ്ഥാം ദധൗ. രക്തലഹരി സിക്തോന്നമദ്വർഷ്മണി. രക്തത്തിൻ്റെ പ്രവാഹം അങ്ങനെ ഒന്നിച്ച് ഒഴുകുകയാണ്. അതിലങ്ങോട്ട് കുളിച്ച് അത്യുന്നതമായിട്ടുള്ള ശരീരത്തോട് കൂടിയിട്ട് രക്തലഹരി സിക്ത ഉന്നമത് വർഷ്മണി. അങ്ങനെയുള്ള ഈ ഭൂഖണ്ഡം അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണല്ലോ ഭൂമി. ഇങ്ങനെ ഈ രക്തത്തിൻ്റെ പ്രവാഹം, ആ പ്രവാഹത്തിൽ അങ്ങോട്ട് കുളിച്ചു ഭഗവാൻ. അങ്ങനെ ഈ രക്തം ഭഗവാന്റെ മേലുണ്ടാവും. ഭഗവാൻ അകത്തേക്കാക്കിയിട്ടുണ്ട്. രക്തം പുറമേക്ക് കുറെ പോയിട്ടുണ്ട്. ഹിരണ്യകശിപുവിൻ്റെ മേലും കൂടെ രക്തമാണ്. അങ്ങനെ രക്തലഹരി സിക്തോന്നമത് വർഷ്മണി ത്വയി. രക്തത്തിൻ്റെ പ്രവാഹം കൊണ്ട് കുളിച്ച് ഉന്നത ശരീരത്തോടു കൂടിയ ഭഗവാനെ അങ്ങ് ഹതം തം അസുരം, കൊല്ലപ്പെട്ടതായിട്ടുള്ള ആ അസുരനെ, ഹതം തം അസുരം ത്യക്തുവ. പിന്നെ ആ ശരീരത്തിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? ഈ അസുരൻ്റെ പിന്നെ ഒരു ആവശ്യമില്ല. ആ അസുരനെ ആശു പ്രത്യുൽപത്യ, ആ ഭഗവാൻ എന്ത് ചെയ്തു? ഈ അസുരനെ അങ്ങോട്ട് ത്യക്തുക, ഉപേക്ഷിച്ചതിന് ശേഷം ആശു വേഗം തന്നെ പ്രത്യുൽപത്തി, അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. എന്നിട്ടൊരു ചാട്ടം. എന്നിട്ടോ പ്രതി ഉൽപ്പത്തി എന്നാണ്, പ്രത്യുൽപ്പത്തിയ. അവിടുന്ന് അങ്ങോട്ട് വീണ്ടും ഒരു ഉൽപാദനം വെച്ചാൽ അങ്ങോട്ട് പതിച്ചു. അപ്പോൾ ചാടി എന്നുള്ള അർത്ഥമാണ്. സമസ്ത ദൈത്യപടലിയും ച, അവിടെ കണ്ടതായിട്ടുള്ള ഈ അസുര സമൂഹം അതിങ്ങനെ പടർന്നു നിൽക്കുകയാണ്. ആ അസുര കൂട്ടത്തെ ഒന്നിച്ച്, സമസ്ത ദൈത്യ പടലിയും ച, അസുര കൂട്ടങ്ങളെ ഒന്നിച്ച്, ഓരോ പടല ചീർപ്പ് നമ്മൾ മറ്റേ കായ ഇടിയുമ്പോൾ ഒരു പടലം ഇടിഞ്ഞോളൂ എന്ന് പറയില്ലേ, എന്ന കൂട്ടത്തിൽ ആ കൂട്ടമായിട്ട് നിൽക്കുന്ന ഈ അസുര സമൂഹത്തെ ആഖാദ്യമാനെ തിന്നാൻ തുടങ്ങി. ഭഗവാൻ ഓരോ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും ഒരു കൂട്ടത്തെ, എന്നിട്ട് അതിന് വയലിടും, അടുത്ത കൂട്ടത്തെ വയലിടും. ഭാഗവതത്തിലില്ല കേട്ടോ. ഏതായാലും ആഖാദ്യമാനെ തൊയ്. അങ്ങനെ ആ ഭഗവാൻ ഇങ്ങനെ ഈ അസുരന്മാരെ തിന്നാൻ തുടങ്ങിയപ്പോൾ ചരാചരം ജഗത്ത് മുഴുവൻ ഭ്രാമ്യത് ഭൂമി, കുലുങ്ങുന്നതായിട്ടുള്ള ഭൂമി, ഭ്രാമ്യത് ഇപ്പം കറങ്ങുന്നതായിട്ടുള്ള ഭൂമി, അതായത് ഭൂമി ഇങ്ങനെ കിടക്കട്ടെ വിറക്കുകയാണ്.
ഈ ഭഗവാന്റെ ഓരോ കാല് വയ്ക്കുമ്പോൾ ഭൂമി അവിടെ ഒന്ന് വരയ്ക്കും, ഇപ്പുറത്തൊന്ന് വരയ്ക്കും, ഇപ്പുറത്തൊന്ന് വരയ്ക്കും, അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോഴേ പിന്നെ കൈകൊണ്ടുള്ള പ്രയോഗവും അസുരന്മാർ ഭയപ്പെട്ടിട്ട് ആകെ പേടിച്ചു പോയി. കാരണം എന്താ വെച്ചാൽ ഒന്നിച്ചുകൊണ്ട് എടുക്കുക, വായിക്കത്തില്ല. ഭ്രാമ്യത് ഭൂമി ഇങ്ങനെ കുലുങ്ങുന്നതായിട്ടുള്ള ഈ ഭൂമിയോട് കൂടി വികമ്പിത അമ്പുധികുലം, ഇളകിയതായിട്ടുള്ള സമുദ്രമൊക്കെ ക്ഷോഭിച്ചു. സമുദ്രക്ഷോഭം, സുനാമിയൊന്നും ഒന്നുമല്ല. സമുദ്രം ഇങ്ങനെ ആകാശത്തേക്ക് പൊങ്ങുകയാണ് വെള്ളം, എന്നിട്ട് അങ്ങോട്ട് താഴേക്ക് പതിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ജലജീവികൾ മുഴുവൻ ഭയന്ന് ആകെ പേടിച്ചു പോയി. ഈ വെള്ളം മുഴുവനെ കരയിലേക്ക് ഒന്നിച്ച് എന്തൊക്കെ ആപത്തുണ്ടാക്കി ചോദിച്ചാൽ ശരി, അങ്ങനെ വിക്ഷുബ്ധമായിട്ടുള്ള കടല്, വികമ്പിത അമ്പുധികുലം, വ്യാലോല ശൈലോൽക്കരം, കുലുങ്ങുന്നതായിട്ടുള്ള പർവ്വതങ്ങൾ. കടല് മാത്രമല്ല കേട്ടോ, എവിടെ ജലാശയം ഉണ്ടോ കിണറായാലും കൂടി തിളച്ചു മറിഞ്ഞു എന്നർത്ഥം. എന്നുവെച്ചാൽ പഞ്ചഭൂതങ്ങൾ മുഴുവൻ ഭയന്ന് വരച്ചു. ഭൂമി വരച്ചു, വെള്ളം വരച്ചു, ആകാശം വരച്ചു, വായു വരച്ചു, അഗ്നി വരച്ചു. ഇതന്നെയാണ് പഞ്ചഭൂതങ്ങൾ വരച്ചുപോയി. വികമ്പിത അമ്പുധികുലം, വ്യാലോല ശൈലോൽക്കരം, പർവ്വതങ്ങളൊക്കെ കിട്ടുകിട്ടാ വരച്ചു. പിന്നെയോ പ്രോസർപ്പത്, തെറിച്ചു പോകുന്നതായിട്ടുള്ള നക്ഷത്രങ്ങൾ, ഖചരം, ആകാശത്ത് നക്ഷത്രങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയാണ്, സ്ഥാനം തെറ്റുക. ഭഗവാന്റെ ഈ അലർച്ചയും ഈ പ്രകടനങ്ങളും കാലുവയ്ക്കലും കൈകളെ കൊണ്ടുള്ള പ്രവർത്തനവും ചലനങ്ങൾ മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ഇതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ചലനങ്ങൾ, ഭയപ്പെട്ടതായിട്ടുള്ളൊരവസ്ഥ. പ്രോസൽപ്പർ ഖചരം, തെറിച്ചു പോകുന്ന നക്ഷത്രങ്ങൾ, ദുസ്ഥാമവസ്ഥാം, അതിദുഃഖത്തോടു കൂടിയിട്ട്. ഇങ്ങനെയൊന്നും പണ്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് ആ പ്രപഞ്ചത്തിലുണ്ടായത്. ദധൗ അഹോ, ധരിച്ചു. വല്ലാത്തൊരാശ്ചര്യം. പ്രപഞ്ചം മുഴുവൻ ഭയന്ന് ചകിതമായി പോയി. ത്യക്ത്വാ തം ഹതമാശു രക്തലഹരി സിക്തോന്നമത് വർഷ്മണി പ്രത്യുത്പത്യ സമസ്തദൈത്യപടലിം ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമി വികമ്പിത അമ്പുധികുലം വ്യാലോല ശൈലോൽക്കരം പ്രോത്സർപ്പത്ഖചരം ചരാചരമഹോ ദുസ്ഥാമവസ്ഥാം ദധൗ രക്തലഹരി സിക്തോന്നമത് വർഷ്മണി ത്വയി ഹതം തം ത്യക്ത്വാ ആശു പ്രത്യുൽപത്യ സമസ്തദൈത്യപടലിം ച ആഖാദ്യമാനേ ചരാചരം ഭ്രാമ്യത് ഭൂമി വികമ്പിത അമ്പുധികുലം വ്യാലോല ശൈലോൽക്കരം പ്രോത്സർപ്പത് ഖചരം ദുസ്ഥാമവസ്ഥം ദധൗ അഹോ. അന്വയം: രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ ഹിരണ്യകശിപുവിൻ്റെ ശരീരം, ഭഗവാന്റെ മേല് മുഴുവൻ രക്തമാണ്. അതിങ്ങനെ ഉയർന്ന പ്രവാഹത്തോടു കൂടിയിട്ട് രക്തം സകല ദിക്കിലും പരന്നു. ഭഗവാനും അതേപോലെ തന്നെ ഇനി ഈ ശരീരത്തിൻ്റെ ആവശ്യമില്ല, അതിനെ വലിച്ചെറിഞ്ഞു. ഭഗവാൻ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഈ അസുരന്മാർ സഹായിക്കാൻ വേണ്ടി വന്നവരെ, പേടിച്ചു നിൽക്കുന്നവർ, അനവധി ക്രൂരപ്രവർത്തികൾ ചെയ്തവർ, അവരെ ഒന്നിച്ച് ഒരു കൈ കൊണ്ടിട്ട് പിടിക്കുമ്പോൾ അനവധി അസുരന്മാർ അതിലങ്ങോട്ട് പെട്ടു. ഒരു കയ്യിൽ ഒരു പിടി, ഒരു കൂട്ടം അസുരന്മാർ അതിനെ തിന്നു. അടുത്ത കൈ കൊണ്ട് അടുത്ത പിടി, ഇങ്ങനെ തിന്നു. നമ്മൾ മലര് വാരി തിന്നണ പോലെ. ഭഗവാൻ അത് രണ്ട് മലർ തന്നെയാണ്. അസുരൻ എന്ന് പറഞ്ഞിട്ട് ശരീരം എന്നുള്ള എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല. മലരിൽ എന്താ നമ്മൾ കളയാറും? ഭൂമി കളഞ്ഞ മലര് അതങ്ങനെ വാരി തിന്നും, നല്ല സ്വാദാണ്. എന്ന കൂട്ടത്തിൽ ഭഗവാൻ ഇതിനെ വാരി തിന്നു. ശുദ്ധസത്വ, മലര് ശുദ്ധസത്വമാണ്. അങ്ങനെ വാരി തിന്നു. ഇത് കണ്ടതോട് കൂടിയിട്ട് ഭൂമി വിറച്ചുപോയി, പർവ്വതങ്ങൾ വിറച്ചുപോയി, ജലാശയങ്ങൾ മുഴുവൻ വിറച്ചുപോയി. ആകാശത്ത് നക്ഷത്രജാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പേടിച്ച്. ഇതിൻ്റെ പ്രതിഫലനം അവിടെയൊക്കെ കണ്ടു എന്നാണ്. എല്ലാ ദിക്കിലും വല്ലാത്തൊരവസ്ഥയെ ഉണ്ടാക്കിക്കൊണ്ട് ഭഗവാന്റെ ഈ ലീല പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കപ്പെട്ടു. അഹോ ആശ്ചര്യം! ത്യക്ത്വാ തം ഹതം ആശു രക്ത ലഹരി സിക്ത ഉന്നമത് വർഷ്മണി പ്രതി ഉൽപ്പത്യ സമസ്ത ദൈത്യപടലീം ച ആഖാദ്യമാനേ ത്വയി ഭ്രാമ്യത് ഭൂമി വികമ്പിത അമ്പുധികുലം വ്യാലോല
ശൈലോത്കരം പ്രോത്സർപ്പത് ഖചരം ഖം എന്ന ആകാശം ചരം. അപ്പോൾ ആകാശത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ആകാശത്തിലിരിക്കുക. നക്ഷത്ര രാശികൾ എല്ലാം ഉണ്ട്. ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉൽക്കകൾ, ചന്ദ്രനൊക്കെ വേറെ വേറെയാണ്. നക്ഷത്രം രാശിയൊക്കെ വേറെ വേറെയാണ്. കാണുമ്പോൾ ഒക്കെ നക്ഷത്രമായിട്ട് കാണുന്നുണ്ട്, കാര്യമില്ല, എല്ലാം വ്യത്യാസമുണ്ട്. ഇങ്ങനെയായാലും സൂര്യസമാനവും അഗസ്ത്യൻ തൊട്ടുള്ള പോലെയും അങ്ങനെ പലതുമുണ്ട്. നക്ഷത്രങ്ങൾ പലതുമുണ്ട്. ധ്രുവൻ വേറെയാണ്. പിന്നെ 27 നാളുകൾ നക്ഷത്രം, തിരുവാതിര തൊട്ടുള്ളതൊക്കെ വേറെ വേറെയാണ്. ഏതായാലും അങ്ങനെയുള്ള നക്ഷത്രജാലം മുഴുവൻ നമുക്കെല്ലാം നക്ഷത്രമായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വ്യത്യാസങ്ങൾ പലതും ഉണ്ടെന്ന് സാരം. ചിലത് മറ്റിൽ നിന്നും സ്വീകരിച്ചിട്ട് പ്രതിഫലിക്കുന്നതാണ്, ചിലത് സ്വയമേവ പ്രകാശിതമാണ്, ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെ ത്യക്വാത്തം ഹതമാശു രക്തലഹരി സിക്തോന്നമത് വർഷ്മണി പ്രത്യുൽപത്യ സമസ്ത ദൈത്യ പടലീം ച ആഖാദ്യമാനേ ത്വയി ഭ്രാമ്യത് ഭൂമി വികമ്പിത അംബുധികുലം വ്യാലോല ശൈലോത്കരം പ്രോത്സർപ്പത് ഖചരം ചരാചരം അഹോ ചരം അചരം ചരാചരം ചരാചരം അഹോ ദുസ്ഥാം അവസ്ഥാം ദധൗ. त्यक्त्वा तं हतमाशु रक्तलहरी सिक्तोन्नमत्वर्ष्मणि प्रत्युल्पत्य समस्तदैत्यपटलीं चाखाद्यमाने त्वयि भ्राम्यद्भूमि विकम्पिताम्बुधिकुलं व्यालोलशैलोत्करं प्रोत्सर्पत्खचरं चराचरमहो दुस्थाम् अवस्थां दधौ. ഇനി 8ാമത്തെ ശ്ലോകം. താവന്മാംസവപാ കരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനേ ദൂരെ സ്ഥിതാ ഭീരവ സർവേ ശർവ വിരിഞ്ച വാസവമുഖാ പ്രത്യേകമസ്തോഷതാം. ഈ ഭഗവാനെ നരസിംഹമായിട്ട് അവതരിച്ചതായിട്ടുള്ള അതിഭീഷണമായിട്ടുള്ള രൂപത്തെ കാട്ടിയതായിട്ടുള്ള ഹിരണ്യകശിപുവിനെ വധിച്ചതായിട്ടുള്ള ആ ഭഗവാനെ നന്ദി സൂചകമായിട്ട് എല്ലാവരും സ്തുതിച്ചു എന്നാണ്. താവത് മധ്യേ സഭം, ആ സമയത്ത് അപ്പോ സഭാമധ്യത്തില് മധ്യേ സഭം ഉഷിതം സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ഇരിക്കുന്നതായിട്ടുള്ള മാംസവപാ കരാളവപുഷം, മാംസമുണ്ട്, കൊഴുപ്പ് തുടങ്ങിയിട്ടുള്ള ശരീരത്തിൻ്റെ അകത്തു നിന്നും വന്നിട്ടുള്ള പലതും, കരാളവപുഷം അതിഭയങ്കരമായിട്ടുള്ള ശരീരത്തോടു കൂടി, പേടിപ്പെടുന്നതായിട്ടുള്ള ശരീരത്തോടു കൂടിയിട്ട്, രക്തമുണ്ട്, മാംസമുണ്ട്, വപുണ്ട്, മറ്റേ എല്ലുണ്ടാവും, പലതുണ്ടാവും. ഇതെല്ലാം കൂടിയിട്ട് ശരീരത്തിന് ഇരിക്കുകയാണ്. നരസിംഹരൂപമാണ്, പകുതി സിംഹമാണ്. അപ്പോൾ രോമത്തിലൊക്കെ ഉണ്ടാവും ഇത്. ആ ശരീരത്തിനെ കണ്ടതോടു കൂടിയിട്ട് ഘോരാന്ത്രമാലാധരം, കൊടൽമാല. ഭഗവാൻ ആ സമയത്ത് ചെയ്തത് ഈ നഖം കൊണ്ട് മാറിങ്ങോട്ട് പലർന്നു. രക്തം മുഴുവനെ വീണ്ടും വീണ്ടും കോരി കുടിച്ചു. ആ ഹൃദയത്തിനെ ഭഗവാൻ അങ്ങോട്ട് ആഹരിച്ചു. കൊടൽമാല അങ്ങനെ വലിച്ചിങ്ങെടുത്ത് സ്വയം മാലയായിട്ട്, വനമാലയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാൻ അതിനെ ചാർത്തി. കണ്ടോളൂ. ഇങ്ങനെ ഘോരാന്ത്രമാലാധരം, ഈ അതിഭയങ്കരമായിട്ടുള്ള കുടൽമാല അത് ധരിച്ചിരിക്കുന്നതായിട്ടുള്ള, അപ്പോൾ മേല് മുഴുവന് ചൊരയും. ഘോരാന്ത്രമാലാധരം ഉദ്ധകോപം, ഇദ്ധകോപം വർദ്ധിച്ചതായിട്ടുള്ള കോപത്തോടു കൂടിയിട്ട് ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം, ഇദ്ധരോഷം ഇങ്ങനെ വർദ്ധിച്ചതായിട്ടുള്ള കോപത്തോടു കൂടിയിട്ട് ഗുർവാരവം തടയാൻ വയ്യാത്തതായിട്ടുള്ള കടുത്ത ഗർജനത്തോടു കൂടിയിട്ട്, ഈ ഗർജനം കേട്ട് കഴിഞ്ഞാൽ, സിംഹഗർജനം കേട്ട് കഴിഞ്ഞാൽ ആർക്കായാലും പേടിയാവും. ദുർവാരം അസഹനീയം എന്നേ പറയാനുള്ളൂ. ഗുർവാരവം, ആ ഈ ശബ്ദത്തെ കേട്ടപ്പോൾ ത്വാം അങ്ങയെ അഭ്യേതും സമീപിക്കുവാൻ തന്നെ പേടിച്ചുകൊണ്ട് ഭുവനെ, ഈ ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാണ്ടത്തിൽ കഹ അഭി ആരും തന്നെ നാ ശശാക ശക്തനായില്ല. അവിടേക്ക് എത്താൻ ശിവനും കൂടി പേടിയായിന്ന. ലക്ഷ്മി വന്നില്ല, ശിവൻ വന്നില്ല, ബ്രഹ്മാവ് വന്നില്ല, ഇത്തിരി അകലെ മാറി നിന്നിട്ട് ചോദിച്ചതേ. ശർവ വിരിഞ്ച വാസവമുഖാഹ, ശിവൻ, വിരിഞ്ചൻ ബ്രഹ്മാവ്, വാസവൻ ഇന്ദ്രൻ, വാസവമുഖാഹ തുടങ്ങിയ ഓരോരുത്തരും
ശിവനായാലും ബ്രഹ്മാവായാലും ഇന്ദ്രനായാലും ഈ ദേവസമൂഹങ്ങളായാലും ഓരോരുത്തരും സർവേ ഭീരവഹ എല്ലാവരും ഭയമുള്ളവരായിട്ട് ദൂരെ കുറച്ച് അകലത്തില് സ്ഥിത ദൂരെ സ്ഥിത കുറച്ച് അകലത്ത് സ്ഥിതി ചെയ്തു. എന്നിട്ടോ പ്രത്യേകം അസ്തോഷത വേറെ വേറെ സ്തുതിക്കുകയും ചെയ്തു. താവത് മധ്യേ സഭം ഉഷിതം മാംസ വപ കരാളവപുഷം ഘോര അന്ത്ര മാലാധരം ഇത്തകോപം ദുർവാര ഗുർവാരവം ത്വാം അഭ്യേതും ഭുവനേ കഹ അപി ന ശശാക ശർവവിരിഞ്ച വാസവ മുഖാഹ സർവേ ഭീരവഹ ദൂരെ സ്ഥിതഃ പ്രത്യേകം അസ്തോഷത എന്ന അന്വയം. താവത് മാംസ വപ കരാള വപുഷം ഘോരാന്ത്രമാലാധരം ഘോര ആന്ത്രമാലാധരം ഘോര ആന്ത്രമാലാധരം ത്വാം മധ്യേ സഭ മധ്യേ സഭം ഇത്തരോഷം ഉഷിതം ദുർവാര ഗുർവാരവം അഭ്യേതും ന ശശാക കഹ അപി ഭുവനേ ദൂരെ സ്ഥിത ഭീരവഃ സർവേ ശർവ വിരിഞ്ച വാസവ മുഖാഹ പ്രത്യേകം അസ്തോഷത. പദച്ഛേദം. ഭഗവാൻ ആ സഭാമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള അതിഭീകര രൂപം കാട്ടി നിൽക്കുന്നതായിട്ടുള്ള ഈ ഭഗവാന്റെ രൂപം ഹിരണ്യകശിപുവിൻ്റെ കൊടലുമാല അത് താൻ സ്വയമേവ തന്നെ മാലയായിട്ടിട്ടു. ഈ കൊടലിനെ ഇങ്ങോട്ട് വലിച്ച് സ്വയമേവ മാലയായിട്ടിട്ടു. രക്തം മുഴുവനെ വാരി വാരി കുടിച്ചു, കോരി കുടിച്ചു. ഹൃദയം അങ്ങോട്ട് വായിലിട്ട് വിഴുങ്ങി. അപ്പോൾ ശരീരത്തിൽ ഹിരണ്യകശിപുവിൻ്റെ ശരീരത്തിൽ രക്തമായാലും മാംസായാലും കൊഴുപ്പായാലും എല്ലായാലും തോലായാലും രോമായാലും അതൊക്കെ ഭഗവാന്റെ ശരീരത്തിൽ നിറച്ച് കിടക്കുന്നുണ്ട്. അവിടെ ആയിട്ട് ഇങ്ങനെ അതൊക്കെ ഒരു വലിയ പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ്. എന്നാൽ അതെല്ലാം അലങ്കാരങ്ങളുമാണ്, ആഭരണങ്ങളായിട്ട് കിടക്കണം. അതിഭയങ്കരമായിട്ടുള്ള ഈ ശരീരം, ഈ കുടൽമാല ധരിച്ചതായിട്ടുള്ള ഭഗവാന്റെ വർദ്ധിച്ചതായിട്ടുള്ള കോപത്തോടു കൂടിയായിട്ടുള്ള ഭാവം, എപ്പോഴും ഗർജിച്ച് തൻ്റെ ഈ ശബ്ദം എല്ലാവരും കേട്ടോട്ടെ, ഭൂമി മാത്രമല്ല പ്രപഞ്ചം മുഴുവൻ കിട്ടുകിട്ട വിറക്കട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഗർജിച്ചുകൊണ്ടിരിക്കണു. അങ്ങനെ ആ ഗർജനത്തെ കൂടി കേട്ട് അതിനെ തടയാൻ നിർത്തിയില്ല. ആ രീതിയിൽ പേടിച്ചുകൊണ്ട് ഓരോരുത്തരും ഭഗവാനെ സമീപിക്കാൻ പേടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ആർക്കും ഭഗവാന്റെ അടുത്തേക്ക് ഒന്ന് എത്താൻ പോലും സാധിച്ചില്ല. ശിവനായാലും ബ്രഹ്മാവായാലും ഇന്ദ്രനായാലും മറ്റ് അഷ്ടദിക് പാലകന്മാരായാലും ദേവീദേവന്മാരായാലും ഋഷികളായാലും ഒരാൾക്കും അങ്ങോട്ട് ചെല്ലാൻ നിവർത്തിയില്ല, പേടിച്ചിട്ട്. എല്ലാവരും പേടിച്ച് ലേശം അകലെ നിന്നുകൊണ്ട് ഭഗവാനെ പ്രത്യേകമായിട്ട് സ്തുതിച്ചു. ഭാഗവതത്തിലെ ഒറ്റ ശ്ലോകം കൊണ്ട് ഓരോരുത്തരും ഭഗവാനെ അങ്ങനെ അവതാരമൊക്കെ കേമായി. ഹിരണ്യകശിപു ഞങ്ങളുടെ ശത്രുവാണ്, അദ്ദേഹത്തിനെ വധിച്ചത് നന്നായി, ഞങ്ങൾക്ക് ആഹാരം തൊട്ടുള്ള ഓരോന്നും വീണ്ടും കിട്ടാറായില്ലോ എന്ന് പ്രാർത്ഥിച്ച് ഓരോരുത്തരും. പറയണ ഭാഷയ്ക്ക് മാത്രമേ ലേശം വ്യത്യാസമുള്ളൂ, ആഖ്യാനത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം അർത്ഥം ഇതാണ്. ഒറ്റ ശ്ലോകം കൊണ്ട് അതന്നെ കുറേയുണ്ട്. ഒരുപാട് ആൾക്കാർ എല്ലാവരും ദ്രോഹിച്ചിട്ടുണ്ടേ, സ്തുതിച്ചു ഓടിപ്പോയി. പാർഷദന്മാരടക്കം ഇങ്ങനെയൊരു ഭഗവാനെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഏതായാലും ഈ ഹിരണ്യകശിപുവിനെ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചുല്ലോ, ജയൻ ആണത്, ജയനെ ഞങ്ങൾക്ക് തന്നെ തന്നുല്ലോ എന്ന് സന്തോഷം പ്രകടിപ്പിച്ചു. താവന്മാംസവപാകരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാര ഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനേ ദൂരെ സ്ഥിതാ ഭീരവ സർവേ ശർവവിരിഞ്ച വാസവമുഖാ പ്രത്യേകമസ്തോഷത. ഇനി 9ാമത്തെ ശ്ലോകം. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യപഭയേ കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാ സ്തോത്രൈരഥോൽഗായതസ്തസ്യാകാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം. 9ാമത്തെ ശ്ലോകം. ഭൂയഃ അപി ഭവതി, വീണ്ടും അങ്ങ് അക്ഷതരോഷധാംനി, കുറവ് വരാത്തതായിട്ടുള്ള കോപത്തിന്, അക്ഷതം ക്ഷയിക്കാത്തതായിട്ടുള്ള രോഷം ശുണ്ഠി, ആ ധാമത്തിൽ അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുക. തൻ്റെ ധാമം അതാണ്, താൻ ഇരിക്കുന്ന സ്ഥലം അതാണ്. എവിടെ? കോപിഷ്ഠനായിട്ടായിരിക്കുന്നത് അതാണ് അക്ഷര രോഷധാംനി. ആ
അക്ഷതരോഷ ശുണ്ടിങ്ങോട്ട് കുറയാതെ കണ്ട് അതേ ധാമത്തിൽ തന്നെ ഇരിക്കുക. ബ്രഹ്മാജ്ഞയ, ആ സമയത്ത് ബ്രഹ്മാവ് ഈ പ്രഹ്ലാദനോട് ആജ്ഞ പോലെ പറഞ്ഞു എന്നാണ്. അപഭയെ, ഭയരഹിതനായിട്ട് നിൽക്കുകയാണ് ഈ ഉണ്ണിയായിട്ടുള്ള പ്രഹ്ലാദൻ. ബാലകെ, ആ ബാലകനായിട്ടുള്ള പ്രഹ്ലാദെ, പ്രഹ്ലാദനോട് പദയോഹോ, കാൽക്കൽ നമതി, നമസ്കരിക്കുന്നു. പ്രഹ്ലാദൻ ഭഗവാന്റെ തൃക്കാൽക്കൽ നമസ്കരിക്കുകയാണ്. നമതി പാദയോഹോ പ്രഹ്ലാദ പദയോഹോ ബാലകെ പ്രഹ്ലാദെ പദയോഹോ നമതി കാരുണ്യഭാരാകുലഃ. അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞ് ഈ പ്രഹ്ലാദൻ ഭഗവാന്റെ തൃക്കാൽക്കൽ നമസ്കരിച്ച്, അപ്പം ആ സമയത്ത് ഭഗവാന്റെ കാലുകളിലേക്ക് ഈ ഉണ്ണിയുടെ കണ്ണുകളിൽ നിന്ന് അശ്രുബിന്ദുക്കൾ ധാരധാരയായിട്ട് ഒഴുകിയെന്ന, ബിന്ദുവല്ല, ഒന്നിച്ച് പുഴ പോലെ ഒഴുകി. കണ്ണ് കരഞ്ഞുകൊണ്ട് കാല് കഴുകിയെന്നാണ്. ആ നനവ് തട്ടിയപ്പോൾ ആരാ കിടക്കണമെന്ന് നോക്കിയെന്നും ആ ഉണ്ണിയെ വാരിയെടുത്ത് മടിയിൽ വെച്ച് രണ്ട് തൃക്കൈകൾ പ്രഹ്ലാദന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു എന്നതാണ്. അപ്പോൾ ബ്രഹ്മാവ് ആജ്ഞ കൊടുത്തു. എന്നിട്ട് ഈ ബാലൻ ആയിട്ടുള്ള പ്രഹ്ലാദൻ ആ ഭഗവാന്റെ പാദയോഹോ നമതി കാൽക്കൽ നമസ്കരിക്കുന്ന സമയത്ത് കാരുണ്യ ഭാരാകുലഃ, കാരുണ്യ ആധിക്യം കൊണ്ട് ഹൃദയനായിക്കൊണ്ട്, കുറച്ചൊരു ആകുലചിത്തനായിക്കൊണ്ട്, ഈ ഉണ്ണിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നുവല്ലോ, ഈ ഉണ്ണിയെ എത്രയും കൂടുതൽ ഈ ഹിരണ്യകശിപു അച്ഛൻ തന്നെ ദ്രോഹിച്ചുവല്ലോ എന്നുള്ള ഒരു ദുഃഖം ഭഗവാന്റെ മുഖത്തെ എന്നാലോ അത് കാരുണ്യഭാവമായിട്ട് മാറുകയും ചെയ്തു. കാരുണ്യ ഭാരാകുല, അതാണ് ഭാരമായി തീർന്നു. എന്ത് അത്രയും കൂടുതൽ ഘനം വന്നു ആ കാരുണ്യത്തിന്, അതാണ്. അങ്ങനെ ശാന്തനായിട്ടുള്ള ഭാവം അങ്ങ് ഭഗവാനെ അസ്യ, ഈ പ്രഹ്ലാദന്റെ മൂർധ്നി ശിരസില് കരം സമതാഹ, രണ്ട് കൈകൾ അങ്ങോട്ട് വെച്ച് അനുഗ്രഹിച്ചു. എന്നിട്ടോ അഥ സ്തോത്രൈഹി, ആ സമയത്ത് പ്രഹ്ലാദൻ അതിഗംഭീരമായിട്ടുള്ള സ്തോത്രത്തെ കൊണ്ട് ഉദ്ഗായത ഗാനം ചെയ്യുന്നു, പാടിപ്പാടി പുകഴ്ത്താണ്. ഭഗവാനെ അങ്ങോട്ട് പുകഴ്ത്തി. എന്നിട്ടോ ഉദ്ഗായത അകാമധിയ അപി, ഒരു ആഗ്രഹവും ഇല്ലാത്തതായിട്ടുള്ള ബുദ്ധിയോടുകൂടിയ ഈ പ്രഹ്ലാദൻ, അസുരബാലനായിട്ട് കൂടി ഒരാഗ്രഹവുമില്ല. അങ്ങനെയുള്ള ആ പ്രഹ്ലാദൻ അപി തസ്യ, ആ പ്രഹ്ലാദന് ഭഗവാൻ എന്ത് ചെയ്തു? വരം അഭീഷ്ടമായിട്ടുള്ള എന്തൊക്കെയാണോ വേണ്ടത് വെച്ചാൽ അത് മുഴുവൻ ലോകായ അനുഗ്രഹം ലോകത്തിനായിക്കൊണ്ട് അനുഗ്രഹം ആയിട്ട് തേനിധ ചെയ്തു എന്നർത്ഥം. എന്തൊക്കെയാ കൊടുത്തു വെച്ചാൽ ശരി, അത്രയും കൂടുതൽ കൊടുത്തു എന്നാ. ഒന്നും വേണ്ടേ പ്രഹ്ലാദന്, എന്നിട്ടും കൊടുത്തു. എന്താ, എനിക്ക് വരം ചോദിക്കാൻ തോന്നരുതേ, അങ്ങനെ ഒരു വരം തരുമെന്നാ. ആ പ്രഹ്ലാദന് ഈ ബ്രഹ്മാണ്ടത്തിന്റെ കൽപ്പം എപ്പോഴാണോ കഴിയണമെന്ന് വെച്ചാൽ അത്രയും കാലം അധിപതി സ്ഥാനമായിട്ട് ചക്രവർത്തിയായിട്ട് അസുരചക്രവർത്തിയായിട്ട് വാഴ്ത്തി, മരണമില്ല. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യപഭയേ കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാ സ്തോത്രൈരഥോദ്ഗായതസ്തസ്യാ കാമധിയോപി തേനിധവരം ലോകായ ചാനുഗ്രഹം ഭൂയഃ അപി ഭവതി അക്ഷതരോഷധാംനി ബ്രഹ്മാജ്ഞയാ അപഭയേ ബാലകേ പ്രഹ്ലാദേ പദയോഹോ നമതി കാരുണ്യഭാരാകുലഃ ശാന്തഃ ത്വം അസ്യ മൂർധ്നി കരം സമധാഃ അഥ സ്തോത്രൈഃ ഉദ്ഗായതഃ അകാമധിയഃ അപി തസ്യ വരം ലോകായ അനുഗ്രഹം ച തേനിധ. അന്വയം. ഭൂയഃ അപി അക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോഹോ നമതി അപഭയേ കാരുണ്യഭാര ആകുലഃ ശാന്തഃ ത്വം കരം അസ്യ മൂർധ്നി സമധാഃ സ്തോത്രൈഃ അഥ ഉദ്ഗായതഃ തസ്യ അകാമധിയഃ അപി തേനിധ വരം ലോകായ ച അനുഗ്രഹം. വീണ്ടും വീണ്ടും ഭഗവാൻ തൻ്റെ ഈ രോഷത്തെ ഇങ്ങനെ പുറപ്പെടുവിക്കുകയാണ്. രോഷം കുറയണില്ല. അങ്ങനെ എന്തുകൊണ്ട് ഈ കോപം കുറയണില്ല എന്ന് എല്ലാവരും ചിന്തിച്ചു. ബ്രഹ്മാവ് വേഗം ഇതിന് പരിഹാരം കണ്ടു. ഭയരഹിതനായിട്ട് നിൽക്കുന്നതായിട്ട് പ്രഹ്ലാദൻ, ചെറിയ ഉണ്ണിയായിട്ടുള്ള പ്രഹ്ലാദനോട് പറഞ്ഞു, അതൊരു ആജ്ഞ പോലെയാണ് ഉണ്ടായത്. എന്താണ്? ഭഗവാനെ നമസ്കരിക്കൂ, ശാന്തനാക്കൂ, സ്തുതിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രഹ്ലാദൻ ഭഗവാന്റെ തൃക്കാൽക്കൽ അങ്ങോട്ട് നമസ്കരിച്ചു. ആ സമയത്ത് ഈ നമസ്കാരം കണ്ടതായിട്ടുള്ള ആ ഭഗവാൻ, സ്വീകരിച്ചതായിട്ടുള്ള ഭഗവാൻ ഈ പ്രഹ്ലാദനെ കാരുണ്യ ആധിക്യം കൊണ്ട് ആർദ്ര ഹൃദയനായിക്കൊണ്ട്
ശാന്തനായിട്ടുള്ള ഉണ്ണിയെ ശാന്തനായിട്ടുള്ള ഭാവത്തിൽ ആ പ്രഹ്ലാദന്റെ ശിരസിൽ തൻ്റെ കൈകളെ വെച്ചുകൊണ്ട് എന്തൊക്കെ വരമാണോ കൊടുക്കേണ്ടത് അത് മുഴുവൻ അനുഗ്രഹിച്ചു കൊടുത്തു. അതിനുശേഷം പ്രഹ്ലാദൻ അതിഗംഭീരമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. ആ കീർത്തനം കേട്ടുകൊണ്ട് നിഷ്കാമബുദ്ധിയായിട്ടുള്ള ഒരാഗ്രഹവും ബാക്കിയില്ലാത്തതായിട്ടുള്ള ആ പ്രഹ്ലാദന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതുമായിട്ട് ഈ ലോകത്തിൻ്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് എന്തൊക്കെ വരങ്ങളാണ് കൊടുത്തതെന്ന് ഭഗവാന് പോലും നിശ്ചലിയ. മേടിച്ചതായിട്ട് പ്രഹ്ലാദനും തനിക്ക് എന്തൊക്കെയാ വരം കിട്ടിയേ അറിയില്ല. താനും ഭഗവാനും എന്ന നിലയ്ക്ക് മാത്രം പ്രഹ്ലാദൻ കണക്കാക്കി. ഭഗവാനും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഭക്തനെ ഇനി വേറൊരാളും ദ്രോഹിക്കരുത് എന്ന രീതിയിൽ എല്ലാ കവചവും രക്ഷയായിക്കൊണ്ട് ഭഗവതാനുഗ്രഹത്തെ ഭഗവാൻ വരമായിട്ട് കൊടുക്കുക തന്നെ ചെയ്തു. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യവഭയേ കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാ സ്തോത്രൈരഥോദ്ഗായത തസ്യാകാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം. ഇനി 10ാമത്തെ ശ്ലോകം. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിതശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമന്നത്യന്തശുദ്ധാകൃതേ തത്താദൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോ ലംഘയേൽ പ്രഹ്ലാദപ്രിയ ഹേ മരുൽപുരപദേ സർവാമയാത് പാഹി മാം. എല്ലാ രോഗങ്ങളിൽ നിന്നും എന്നെ മുക്തനാക്കി തരണേ. മേൽപ്പത്തൂര് ശ്രീകൃഷ്ണ ഭഗവാനോട്, വിഷ്ണു ഭഗവാനോട്, ലക്ഷ്മി നരസിംഹമൂർത്തിയോട് പ്രാർത്ഥിക്കണം. ഏവം നാടിത രൗദ്ര ചേഷ്ടിത, ഇപ്രകാരത്തിൽ അഭിനയിക്കപ്പെട്ടതായിട്ടുള്ള രൗദ്രം, ഈ ഭയത്തെ ഉണ്ടാക്കുക എന്ന ആ ചേഷ്ടത, ഇങ്ങനെ ഒരു അഭിനയം പ്രവർത്തനം ലീലയായിട്ട് ചെയ്തതായിട്ടുള്ള വിഭോ ഭഗവാനെ അങ്ങ് ശ്രീ താപനീയ ആഭിധ ശ്രുതി അന്തസ്ഫുട ഗീത സർവമഹിമൻ ശ്രീതാപനീയ ഉപനിഷത്ത് അങ്ങനൊന്നുണ്ട്. അങ്ങനെ പേരുള്ളതായിട്ടുള്ള ഉപനിഷത്ത് ശ്രുതിയിൽ വ്യക്തമാക്കപ്പെട്ടതായി നന്നായിട്ട് പറഞ്ഞതായിട്ടുള്ള ആ മഹാത്മ്യത്തോടുകൂടി ശ്രീതാപനീയ അഭിധ ശ്രുത്യന്ത സ്ഫുട ഗീത സർവമഹിമാൻ, എല്ലാ മഹിമകളെയും ആ ശ്രീതാപനീയ ഉപനിഷത്തിൽ ലക്ഷ്മി നരസിംഹമായിട്ടുള്ള ആ രൂപത്തെ വളരെയധികം ഭംഗിയോട് കൂടിയിട്ട് വിസ്തരിച്ചിട്ടുണ്ട്. ആ രൂപത്തെ അത്യന്ത ശുദ്ധാകൃതിയായിട്ട് പറഞ്ഞിരിക്കണു. ഇവിടെ എങ്ങനെയാണ് ഭഗവാൻ ഇരിക്കുന്നത്? മേല് മുഴുവൻ രക്തമുണ്ട്, കുടലുമാലയുണ്ട്, വപയുണ്ട്, മാംസമുണ്ട്, എല്ലുണ്ട്, രോമുണ്ട്, പേടിപ്പെടുത്തുന്നതായിട്ടുള്ള വികൃതരൂപിയായിട്ടുള്ള, എന്നാൽ ഈ ഹിരണ്യകശിപുവിൻ്റെ ഓരോ ശരീരത്തിലെ അംഗങ്ങളും നമുക്ക് പേടിയായിട്ട് തോന്നും, അറപ്പോട് കൂടിയിട്ട് കാണേണ്ടി വരും. അതിവിടെ അലങ്കാരമായിട്ട് ആഭരണമായിട്ട് ഭഗവാൻ സ്വീകരിച്ചു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഈ രൂപം അതിശുദ്ധം എന്ന് ആ ശ്രീതാപനീയ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കണു. അങ്ങനെയുള്ള തത്താദൃങ് നിഖിലോത്തരം, അപ്രകാരം എല്ലാറ്റിലും ശ്രേഷ്ഠമായിട്ടുള്ള ത്വാം പരഹ, പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള ഭഗവാൻ, ഏറ്റവും മാക്സിമത്തിലിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയെ കഹ ലംഘയേത്, അങ്ങയെ അതിക്രമിക്കാൻ ഒരു ഹിരണ്യകശിപു ഇനി വരാനുണ്ടോ? മറ്റേതെങ്കിലും ദേവീദേവന്മാരിനി വരാനുണ്ടോ? കാലന് പോലും പേടിയായിട്ടുള്ള ഭഗവാന്റെ ഈ രൂപത്തെ കണ്ട കാലം പിന്നെ ആ പ്രദേശത്തേക്ക് വരുമോ? ഈ ഭഗവാനെ സ്മരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ ഈ തിരുരൂപത്തെ സ്മരിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് പേടി എന്നത് അടുത്തേക്ക് വരുമോ? അങ്ങനെയുള്ള ഭഗവാനെ സ്തുതിച്ച് സന്തോഷിപ്പിച്ചതായിട്ട് പ്രഹ്ലാദപ്രിയ, പ്രഹ്ലാദൻ്റെ ഇഷ്ടനായിട്ടുള്ള ഭഗവാനെ മരുർപുരപദേ ഗുരുവായൂരപ്പ. ഈ ഭഗവാൻ ഇവിടെ ഇങ്ങനെ ഏത് രീതിയിലായിരിക്കുന്നത്? ശ്രീകൃഷ്ണ സ്വരൂപനായിട്ടാണ്. അങ്ങനെയുള്ള ഭഗവാനെ മാം സർവ ആമയാൽ പാഹി, എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിച്ചു. മേൽപ്പത്തൂര്. ഏവം നാടിത രൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധ ശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമന്നത്യന്ത ശുദ്ധാകൃതേ തത്താദൃങ് നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോ ലംഘയേൽ പ്രഹ്ലാദ പ്രിയ ഹേ മരുൽപുരപദേ സർവാമയാൽ പാഹി മാം. ഒറ്റ ശ്വാസത്തിൽ ഈ ശ്ലോകത്തെ ചൊല്ലുക. പ്രാണായാമത്തിനുള്ള തുല്യമായിട്ട് വരും. ഈ 10-20 ശ്ലോകങ്ങൾ ഇപ്പോൾ രാമായണായാലും ശരി, ഇതായാലും ശരി, ഇതൊക്കെ ഒറ്റ ശ്വാസത്തിൽ ഒറ്റ ശ്ലോകം ചെല്ലുക വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചൊല്ലി ശീലിച്ച് ഉറക്കെ
സ്ഫുടമായിട്ടുള്ള അക്ഷരത്തിൽ ചൊല്ലിയ പ്രാണായാമത്തിന് തുല്യമായി. പ്രാർത്ഥനയോ ഇനി നമുക്ക് ഇങ്ങനെ മരണഭയം പോലും വരില്ല. പിന്നെ ബന്ധം പേടിക്കാനുള്ള കാലിനെ പേടിക്കണ്ട. ഏവം നാടിത രൗദ്ര ചേഷ്ടിത വിഭോ, ഇങ്ങനെ നടനമായിട്ട് ബൃഹത്തായിട്ടുള്ള ലീലകളെ ചെയ്തതായിട്ടുള്ള ഭഗവാൻ, നരഹരി രൂപത്തിൽ വന്നതായിട്ടുള്ള ഈ ഭഗവാൻ ശ്രീതാപനീയാഭിത ശ്രുത്യന്ത സ്ഫുട ഗീത സർവമഹിമാൻ. ഈ ശ്രീതാപനീയ ഉപനിഷത്തില് ഈ ഭഗവാന്റെ പേര് അത്യന്ത ശുദ്ധാകൃതിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉപനിഷത്തിലായാലും അതേപോലെ തന്നെ ഈ പേരോട് കൂടിയതായിട്ടുള്ള ഈ കീർത്തനത്തിലും അല്ലെങ്കിൽ ഈ വിസ്താരത്തിലും വളരെ വ്യക്തമായിട്ട് പറയപ്പെട്ടു. എന്താ പറയപ്പെട്ടത്? എല്ലാ മഹിമയോടും കൂടിയിട്ട് ഇതെല്ലാം അതിശുദ്ധമാണ്, ആഭരണമാണ്, ഇത് അലങ്കാരമാണ്. നമ്മൾ വസ്ത്രങ്ങളിലൊക്കെ അലുക്കുകൾ വെക്കില്ലേ, അതേപോലെ രത്നങ്ങൾ ചേർക്കില്ലേ, സ്വർണത്തിൽ രത്നം ചേർക്കില്ലേ, അതേപോലെ പരമാത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഇങ്ങനെയൊരു രൂപം ഇത് അങ്ങയ്ക്കല്ലാതെ കണ്ട് വേറെ ആർക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഇങ്ങനെ ഒരു ലീല ചെയ്യാൻ സാധിക്കുമോ? തത്താതിരക്കായിട്ടുള്ള ഭഗവാന്റെ ഈ രീതിയിൽ നിഖിലങ്ങളായിട്ടുള്ള ഈ എല്ലാറ്റിലും വെച്ച് എല്ലാമായിട്ടുള്ള അതിൻ്റെ മാക്സിമത്തിൽ ഉത്തരോത്തരം ഏറ്റവും ഉയർന്നതായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ഈ ഭാവത്തിൽ അങ്ങയെ ആരാണ് ഇനി ഭജിക്കാൻ ബാക്കിയുള്ളത്? എല്ലാവരും ഭജിക്കും. പരഹ കം കഹ ലംഘയത്, അങ്ങയെ ആരെങ്കിലും ലംഘിക്കോ? ഇനി ഈ ഹിരണ്യകശിപു കുറച്ചൊരു ബുദ്ധിമോശം കൊണ്ട് ചെയ്തു എങ്കിലും ആ ഹിരണ്യകശിപുവിന് ഭഗവാൻ കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ എന്താ കൊടുത്തത്? മുക്തിയല്ലേ കൊടുത്തത്. ആ ഹിരണ്യകശിപുവിൻ്റെ മകനായിട്ടുള്ള ഈ പ്രഹ്ലാദന് ഒന്നും ആവശ്യമില്ല എങ്കിലും എല്ലാം കൊടുത്തു. മാത്രമല്ല കൽപ്പകാലം മുഴുവൻ ചക്രവർത്തിയായിട്ട് ചക്രവർത്തിയായിട്ട് ഭരിക്കാനുള്ള അവകാശവും കൊടുത്തു. ശാന്തനാണ്, സ്ഥിരചിത്തനാണ്. ഭഗവാൻ സമചിത്ത ഭാവത്തോട് കൂടിയിട്ടാണ്, സമഭാവനയോട് കൂടിയിട്ടാണ്. അങ്ങനെയുള്ള ഭഗവാൻ എന്നെയും പാഹി, എന്നെ രക്ഷിക്കുമാറാകണേ. സർവ ആമയാത്, എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കുമാറാകണേ പ്രാർത്ഥിച്ചു മേൽപ്പത്തൂര്. നമുക്കും അതേപോലെ തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഏവം നാടിത രൗദ്ര ചേഷ്ടിത വിഭോ ശ്രീതാപനീയ എന്നുള്ള ഒന്നിച്ചലാണ്. ആഭിധ, അങ്ങനെ പേരുള്ളതായിട്ടുള്ള ശ്രുതി അന്ത, ശ്രുത്യന്ത, ശ്രുതിയിലെ മൊത്തം അർത്ഥം ശ്രുത്യന്ത സ്ഫുടം, അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചതായിട്ടുള്ള സ്ഫുടമായിട്ട് പറഞ്ഞ, സ്ഫുടം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മമായിട്ട് പറയാം. അതാണ് ശ്രുതി അന്ത സ്ഫുട ഗീത. അത് നന്നായിട്ട് തന്നെ ഗീതമായിട്ട് പറഞ്ഞു, സ്ഫുടമായിട്ട് ഉറച്ച രീതിയിൽ സ്പഷ്ടമായിക്കൊണ്ട് കീർത്തനമായിക്കൊണ്ട് പറഞ്ഞു. സർവമഹിമയും ഭഗവാന്റേതായിട്ടുള്ള എല്ലാ മഹിമയും ശ്രുതി അന്ത സ്ഫുട ഗീത സർവമഹിമൻ ഭഗവാനെ സംബോധന ചെയ്യാണ്. അത്യന്ത ശുദ്ധാകൃതേ തത് താദൃക് നിഖില ഉത്തരം, തത്താദൃക് നിഖിലോത്തരം. തത് താദൃക് ആണ്, താദൃക് എന്നുള്ളത് താദൃക് ആണ്. തത് താദൃക് നിഖില ഉത്തരം പുനഃ അഹോ, തത്താദൃക് നിഖില ഉത്തരം, നിഖിലോത്തരം പുനഃ അഹോ കഹ ത്വാം പരോലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുൽപുരപദേ സർവാമയാത് പാഹി മാം, സർവ ആമയാത് പാഹി മാം. ഏവം നാടിത രൗദ്ര ചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിത ശ്രുത്യന്ത സ്ഫുട ഗീത സർവമഹിമന്നത്യന്ത ശുദ്ധാകൃതേ തത്താദൃക് നിഖിലോത്തരം പുനരഹോ കസ്വാം പരോലംഘയേത് പ്രഹ്ലാദ പ്രിയ ഹേ മരുൽപുരപദേ സർവാമയാത് പാഹി മാം. യാതൊരു ഭഗവാനാണോ ഇപ്രകാരത്തിൽ നരസിംഹരൂപിയായിട്ട് വന്നത്, ആ ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാരായണീയത്തിൽ പറഞ്ഞതിനെയാണ് വ്യാഖ്യാനം ചെയ്തത്, ഭാഗവതത്തിലേത് കൂട്ടിച്ചേർത്തിട്ടില്ല. ഭാഗവതത്തിലേത് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഈ 2 മണിക്കൂർ കൊണ്ട് നാരായണീയം പറയാൻ പറ്റില്ല. അത് 10 അധ്യായങ്ങളുണ്ട്, അതിനെ 20 ശ്ലോകം കൊണ്ടാണ് ചുരുക്കിയത്. അപ്പോൾ ആ 20 ശ്ലോകത്തിന് വ്യാഖ്യാനം മാത്രമാണ് ഈ 4, 4, 3, 7 ഭാഗങ്ങളായിട്ട് പറഞ്ഞത്. അങ്ങനെയുള്ള ഇതിനെ വേണ്ട രീതിയിൽ സ്വീകരിച്ച് വീണ്ടും വീണ്ടും കേട്ട് ഈ 2 ദശകവും നന്നായിട്ട് ചൊല്ലുവാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. ഭഗവാന്റെ പ്രീതി ലഭിക്കുക ഇത് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു.
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ലക്ഷ്മി നാരായണമൂർത്തേ ശരണം. ശ്രീ ലക്ഷ്മി നരസിംഹമൂർത്തേ ശരണം. ശ്രീ തിരുവങ്കത്തദേവരേ ശരണം. നാരായണ നാരായണ.